കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഊട്ടിയിൽ പോവാണെന്ന്. അപ്പോൾ ഞങ്ങളിത് ഏകദേശം സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളങ്ങനെ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ. തനിക്കുട്ടി ഇത് റെഡി ആയിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ ബാഗ് ഇട്ട് അവൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ രാത്രി ടൈമിൽ ഊട്ടിയിലേക്ക് പോണത് കേട്ടോ. അതുകൊണ്ട് പോണ വഴിക്ക് എങ്ങനെ ഉണ്ടാവും അറിയില്ല. എന്തായാലും നമുക്കതൊരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ. വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. ചിങ്കുവിനാണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അങ്ങനെ ഞങ്ങളിത് വഴിക്കടവെല്ലാം ഏകദേശം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ ചുരത്തിലെത്തിയ സമയത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വണ്ടി മാത്രമേ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് പോകുന്നവരും വണ്ടിയേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു യാത്ര അടിപൊളിയായിരുന്നു. ആനിമൽസിനെല്ലാം കാണുന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതൊക്കെ. പക്ഷേ പോണ വഴിക്ക് ഞങ്ങൾ ഊട്ടി എത്തണ വരെ ഞങ്ങൾ ഒന്നിനെ കണ്ടില്ല കേട്ടോ. അങ്ങനെ ഗൂഡല്ലൂർ എത്താനപ്പോൾ ഞങ്ങൾ ഇത് ഒരു കടയിൽ നിർത്തിയിട്ടോ. അവിടുന്ന് കുറച്ച് സ്നാക്സ് വാങ്ങാന്ന് വിചാരിച്ചു. ചിങ്കുവിന് എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ട് പോകണമെന്ന് ഭയങ്കര നിർബന്ധം. ചിങ്കു നുറുക്കായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തനിക്കുട്ടിയാണെന്നുണ്ടെങ്കിലോ എല്ലായിടത്തേക്കും വരാൻ ഭയങ്കര ഇൻട്രസ്റ്റുമാണ്. പക്ഷേ പോണ വഴിക്ക് അവള് വേഗം കിടന്നുറങ്ങും. ഇതാണ് തനിക്കുട്ടീൻ്റെ സ്വഭാവം കേട്ടോ. ടൈം ഏകദേശം ഒരു 10:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഊട്ടിയിലെത്തിയിട്ടോ. തനിക്കുട്ടിക്ക് ഭയങ്കര തണുപ്പാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. തനിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ഞങ്ങളിത് പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.